വിശദമായ വാർത്തയിലേക്ക്. ഭാരക്കൂടുതലിന്റെ പേരിൽ ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കിയതിന് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട്. ഗുസ്തി ജയിച്ചു, താൻ തോറ്റു എന്നാണ് വേദനയോടെയുള്ള വിനേഷിന്റെ പോസ്റ്റ്. നിങ്ങളുടെ സ്വപ്നവും തന്റെ ധൈര്യവും തകർന്നതായും വിനേഷ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതിനിടെ വെള്ളി മെഡൽ പങ്കിടണമെന്നാവശ്യപ്പെട്ട് വിനേഷ് കായിക കാര്യങ്ങൾക്കുള്ള ആർബിട്രേഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ER രാഗേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ഒളിമ്പിക് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനവുമായി വിനേഷ് ഫോഗട്ട് എത്തിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത് വിനേഷ്? അശ്വതി, ഇന്നലെയാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കുന്നത്. അതായത് വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടിയതിന് തൊട്ടു പിന്നാലെ ഇന്നലെ നടന്ന ഭാര പരിശോധനയാണ് വിനേഷ് ഫോഗട്ടിനും രാജ്യത്തിന് ഒന്നാകെയും തിരിച്ചടിയായത്. അതായത് 50 കിലോഗ്രാം കാറ്റഗറിയിലാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാവിലെ ഫൈനലിന് മുമ്പായുള്ള ഭാര പരിശോധനയിൽ 100 ഗ്രാം തൂക്കം കൂടിയതിനെ തുടർന്ന് വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കുകയായിരുന്നു. ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് വിനേഷ് ഫോഗട്ട് ഏറെ വേദനയോടുകൂടി തന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എക്സിലൂടെയാണ് വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഗുസ്തി തന്നെ തോൽപ്പിച്ചിരിക്കുന്നു, ഗുസ്തി ജയിച്ചിരിക്കുന്നു, താൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് വിനേഷ് ഫോഗട്ട് എക്സിൽ കുറിച്ചിരിക്കുന്നത്. താൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു, തനിക്ക് ഇനി അത് താങ്ങാനുള്ള കരുത്തില്ല എന്നുകൂടി വിനേഷ് ഫോഗട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, നിങ്ങളുടെ സ്വപ്നം, ഒപ്പം തന്നെ എൻ്റെ ധൈര്യം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്, തകർന്നിരിക്കുന്നു എന്നാണ് വിനേഷ് ഫോഗട്ട് കുറിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന് കുറിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഈ ട്വീറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് 2021 മുതൽ 2024 വരെ 23 വർഷക്കാലം താൻ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച ഗോദയോട് വിട പറയുന്നു എന്നുകൂടി വൈകാരികമായി തന്നെ അത്തരമൊരു പ്രഖ്യാപനം വിനേഷ് ഫോഗട്ട് നടത്തിയിരിക്കുന്നു. അത് വൈകാരികമായൊരു തീരുമാനം, അല്ലെങ്കിൽ വൈകാരികത പുറത്തെടുത്തൊരു തീരുമാനമായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. കാരണം വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് ഇത് 3ാമത്തെ ഒളിമ്പിക്സ് ആണ്. 2016 റിയോ ഒളിമ്പിക്സ്, അതിനുശേഷം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ്, ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ്. ഇപ്പോൾ ഓഗസ്റ്റ് 25-ന് 30 വയസ്സ് തികയാണ് വിനേഷ് ഫോഗട്ടിന്. ഒരു ഗുസ്തി താരത്തെ സംബന്ധിച്ച് ഗുസ്തി താരത്തിന്റെ ഏറ്റവും മികച്ച പീക്ക് ടൈം, അല്ലെങ്കിൽ ഫോമിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ 26 വയസ്സ് വരെയാണ്. വിനേഷ് ഫോഗട്ടിനൊപ്പം തന്നെ ഗുസ്തിയിൽ ഉണ്ടായിരുന്ന പല താരങ്ങളും, ഫോഗട്ട് കുടുംബം എടുക്കുകയാണെങ്കിൽ പോലും ഗീത ഫോഗട്ട് അടക്കമുള്ള താരങ്ങൾ തന്നെ 2012 ഒളിമ്പിക്സോടുകൂടി അവർ അവസാനിപ്പിച്ചതാണ്. സാക്ഷി മാലിക്, വിനേഷ് ഫോഗട്ടിന് ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രായമാണ് സാക്ഷി മാലിക്കിന്. സാക്ഷി മാലിക് ഈ ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒളിമ്പിക്സിലും ശ്രദ്ധേയമായ പ്രകടനം സാക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 30 വയസ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കൂടിയ പ്രായം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇനി അടുത്ത ഒളിമ്പിക്സ് 4 വർഷം കാത്തിരിക്കണം. അപ്പോൾ 34 വയസ്സാകും പ്രായം. അതുകൊണ്ട് തന്നെ ഇതൊരു വൈകാരികക്ക് പുറത്തെടുത്ത തീരുമാനമായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഏതായാലും ഏറെ വേദനയുണ്ട്. പ്രത്യേകിച്ച് ഒരു മെഡൽ ഏതായാലും ഉറപ്പായിരുന്ന ഘട്ടത്തിൽ, വെള്ളി മെഡലെങ്കിലും ഉറപ്പായിരുന്ന ഘട്ടത്തിലാണ് വിനേഷ് ഫോഗട്ടിന് ഈ 100 ഗ്രാമിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏതായാലും ഇന്ന് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഇതിനോടകം തന്നെ ഒരു അപ്പീൽ നൽകിയിട്ടുണ്ട്. നിലവിൽ കായിക തർക്ക പരിഹാര കോടതി CASന് മുമ്പാകെയാണ് ഈ അപ്പീലുള്ളത്, അല്ലെങ്കിൽ അപേക്ഷയുള്ളത്. അതിൽ ആദ്യം വിനേഷ് ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഫൈനൽ മത്സരത്തിൽ നടത്തണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ഇന്നലെ ഈ വിനേഷിന്റെ അയോഗ്യത കൽപ്പിച്ചതിന് പിന്നാലെ വിനേഷ് സെമിയിൽ പരാജയപ്പെടുത്തിയ ക്യൂബൻ താരം ഗുസ്മനെ ഫൈനലിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ഫൈനലിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. വിനേഷ് എതിരടി ഇരുന്ന സാറ ആൻ എന്ന് പറയുന്ന US താരം 50 കിലോഗ്രാം കാറ്റഗറിയിൽ സ്വർണ്ണ മെഡൽ നേടി വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഫൈനൽ പൂർത്തിയായി ഇതിനോടൊപ്പം തന്നെ ജേതാവിനെ നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പുതുക്കിയ അപേക്ഷ വിനേഷ് അവിടെ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വെള്ളി മെഡൽ പങ്കിടാൻ അനുവദിക്കണമെന്നാണ്. കാരണം നിലവിൽ ഈ കാറ്റഗറിയിൽ ഇതിനോടകം തന്നെ സ്വർണ്ണ മെഡൽ നിശ്ചയിച്ചു കഴിഞ്ഞു. ഫൈനൽ തോറ്റ താരത്തിന് വെള്ളി മെഡൽ നേടിക്കഴിഞ്ഞു. ഒപ്പം തന്നെ വെങ്കല മെഡലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രഖ്യാപനം പൂർത്തിയായ ഘട്ടത്തിൽ വിനേഷ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വെള്ളി മെഡൽ പങ്കിടാൻ അനുവദിക്കണമെന്നാണ്. അപ്പോൾ ഈ കോടതിയുടെ നിലപാട്, തർക്കപരിഹാര കോടതിയുടെ നിലപാട്
എന്തായിരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഇന്നലെ ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഒളിമ്പിക് കമ്മിറ്റി മുമ്പാകെ അപ്പീലൊക്കെ നൽകാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അത്തരമൊരു നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ മാത്രവുമല്ല, യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് അതായത് UWW എന്ന് പറയുന്ന ഗുസ്തിയുടെ രാജ്യാന്തര ഫെഡറേഷൻ മുമ്പാകെ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. വീണ്ടും അവസരം നൽകണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും അവരുടെ അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. അതിന്റെ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയ കാര്യം, വിനേഷിനുണ്ടായ ഈ അവസ്ഥയിൽ അതിയായ ദുഃഖമുണ്ട്, പക്ഷെ നിയമമാണെന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പോലും വന്നിരുന്നു. അപ്പോൾ അവസാനത്തെ ഒരു വഴിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കോടതി മുമ്പാക്കിയുള്ള അപേക്ഷ. അവിടെ അനുകൂല തീരുമാനം ഉണ്ടായാൽ വിനേഷിന് വെള്ളി മെഡൽ ലഭിക്കും. പക്ഷേ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയുക വയ്യ. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിനായി കാത്തിരിക്കാം. ഏതായാലും മുൻ താരങ്ങളടക്കം വിനേഷിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബജ്രംഗ് പൂനിയ കഴിഞ്ഞ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവാണ്. വിനേഷ് ഫോഗോട്ടിന്റെ ബന്ധുവാണ്. ബജ്രംഗ് പൂനിയ വിനേഷ് ഈ വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതായത് വിജയിയായി തന്നെയാണ് വിനേഷ് ഫോഗോട്ട് മടങ്ങിയെത്തിയിരിക്കുന്നത്. പരാജയപ്പെട്ടതല്ല വിനേഷ് എന്ന പ്രതികരണമൊക്കെ തന്നെ ബജ്രംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഹരിയാന സർക്കാർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണമായി, വൈകിയ വേളയിലാണെങ്കിലും പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുന്നു. വിനേഷിനെ ജേതാവിനെ പോലെ സ്വീകരിക്കും എന്നാണ് ഹരിയാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് വിനേഷിന് നൽകാവുന്നതിൽ ഏറ്റവും നല്ല തീരുമാനവുമാണ് ഇപ്പോൾ ഹരിയാനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആ സ്വീകരണം. രാകേഷ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്നലെ അയോഗ്യത വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം ഒപ്പം രാഷ്ട്രീയമായി വരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പല സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ വിനേഷ് ഫോഗട്ടിന്റെ ഈ എക്സിലെ കുറിപ്പ് ഇത് പുറത്തു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ വിരാമം ഇട്ടിരിക്കുകയാണോ ഈ സോഷ്യൽ മീഡിയ കുറിപ്പ്? അശ്വതി, രണ്ട് തരത്തിൽ ഇതിനെ കാണാം. കൃത്യമായ മാനങ്ങളുണ്ട്. ഒന്ന്, ഗുസ്തി ജയിച്ചു താൻ തോറ്റു എന്ന് പറയുമ്പോൾ നിലവിലെ നിയമങ്ങൾ പാലിക്കാൻ താൻ ഉൾപ്പെടെയുള്ളവർ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞു വെക്കുന്നു വിനേഷ് ഫോഗോട്ട്. അല്ലെങ്കിൽ ഗുസ്തി ജയിച്ചു എന്ന് പറയുമ്പോൾ അതിന് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ചില നീക്കങ്ങൾ നടന്നു എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിൽ ഒരു ആദ്യ പ്രതികരണം വരേണ്ടത് വിനേഷ് ഫോഗോട്ടിന്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ഈ വിരമിക്കൽ പ്രഖ്യാപനം മാത്രമാണ് വിനേഷ് നടത്തിയത്. മറിച്ച് ഇന്നലെ പാരീസിൽ എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, സെമി ഫൈനലിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു പ്രതികരണം വിനേഷ് ഫോഗോട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് PT ഉഷയുടെ പ്രതികരണമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ വിനേഷ് ഫോഗോട്ടിന്റെ ഭാഗത്തുനിന്നോ വിനേഷ് ഫോഗോട്ടിന്റെ കോച്ചിന്റെ ഭാഗത്തുനിന്നോ പ്രതികരണം വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് പോലെയുള്ള ഒരു ലോകവേദിയിൽ, ഒരു പ്രധാനപ്പെട്ട വേദിയിലാണ് ആദ്യ മത്സരത്തിൽ കൃത്യമായ ഭാരം പാലിച്ച താരം പിന്നീട് ഫൈനൽ മത്സരത്തിലേക്ക് കളിക്കുമ്പോൾ 100 ഗ്രാം കൂടി എന്നതിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെടുന്നത്. അതൊരു ഗൗരവതരമായ വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടവർ മറുപടി പറയേണ്ട വിഷയം തന്നെയാണ്. വിനേഷ് ഫോഗോട്ടിന്റെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ഒരു ഒളിമ്പിക് സംഘം എന്ന് പറയുന്നത് താരങ്ങൾ മാത്രം ഉൾപ്പെടുന്നതല്ല. അതിൽ കോച്ച് ഉണ്ടാവും, ഇവരെ സഹായിക്കാനുള്ള മറ്റംഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു വലിയ സംഘമാണ് ഇന്ത്യയിൽ നിന്ന് പോലും തിരിച്ചിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ വിനേഷ് ഫോഗോട്ടിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ഒഫീഷ്യലുകൾ അടക്കമുള്ളവർ, ഈ സംഘത്തിൽപ്പെട്ടവരെല്ലാം തന്നെ, ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം തന്നെ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അത്തരമൊരു പ്രതികരണം ഏതായാലും ഈ ഘട്ടത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് PT ഉഷയുടെ പ്രതികരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിനേഷ് ഫോഗോട്ട് ഈ വിഷയത്തിൽ തുടർ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമായ കാര്യമാണ്. ഏതായാലും ഗുസ്തി ഫെഡറേഷനുമായി വലിയ തർക്കങ്ങൾ വിനേഷ് ഫോഗോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് അതൊന്നും ചേർത്ത്, അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ തന്നെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഏതായാലും ഗുസ്തി ഫെഡറേഷൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്, ഒളിമ്പിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തും, എന്താണ് സംഭവിച്ചതിനെ കുറിച്ചൊരു വിശദമായ അന്വേഷണം നടത്തും എന്ന് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്വാഭാവികമായും വിനേഷ് ഫോഗോട്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തും. ഒരുപക്ഷെ അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വിനേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയേണ്ട വിഷയം. ശരി, തീർച്ചയായും ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് ആർബിട്രേഷൻ കോടതിയുടെ വിധി ഉത്തരവ് എങ്ങനെയാകും എന്നുള്ളതാണ്. അനുകൂലമാവുകയാണെങ്കിൽ വെള്ളി മെഡൽ പങ്കിടാനാകും എന്നുള്ളത്. ആ വാർത്ത, ആശ്വാസകരമായ വാർത്ത വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ER രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്.